രണ്ട് പാപങ്ങൾ ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടുകാരന്റെ ആയുസ് കുറവാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. തിരുത്തൂലേ? തിരുത്താമെന്ന് നിയത്തിന്നവർ കൈപൊക്കിക്കേ. എല്ലാവരുടെയും വീട്ടിലുള്ള രണ്ട് തെറ്റാ. ആരും വിചാരിക്കണ്ട മലക്കുകളാണ്. വേണമെങ്കിൽ പൊക്കിയാ മതി. കാരണം എന്തേ? നഷ്ടം നിനക്കാ, വേറൊന്നില്ല. നഷ്ടം നിനക്കാ. കാരണം എന്തേ? ഹദീസിൽ കാണാം വീട്ടുകാരൻ ആയുസ് കുറയുമെന്ന്. ഹദീസ് എങ്ങനെ? രണ്ട് പാപങ്ങൾ ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടുകാരൻ ആയുസ് കുറയും. നിന്റെ പെണ്ണുപിള്ളയ്ക്ക് നഷ്ടമൊന്നുമില്ല, നിനക്കാ നഷ്ടമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഒന്നാമത്തെ തെറ്റേതെന്നറിയുമോ? ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തണേ ചെറുപ്പക്കാരാ, പെങ്ങളെ ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തണേ പൊന്നുമോളെ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആയുസ് കുറയുന്ന ഒന്നാമത്തെ തെറ്റേതെന്നറിയുമോ? ഹറാമായ സമ്പത്ത് ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരന് അത് തിന്നാനുള്ള യോഗമുണ്ടാകില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഹറാമായ സമ്പത്തുണ്ടല്ലോ, ഏത് വീട്ടിലാണോ മോട്ടിച്ചതും പിടിച്ചു പറിച്ചതും പലിശ കച്ചവടം നടത്തിയതും ലോട്ടറി എടുത്തിട്ട് വാരിക്കൂട്ടുന്ന സമ്പത്തുണ്ടല്ലോ, മോനെ സുഖിക്കാനുള്ള യോഗം നിനക്കില്ല. എന്റെ പ്രിയമുള്ളവരെ, തിരുത്തട്. ഇന്നെല്ലാവർക്കും പണമതിയല്ലോ, ഏത് വഴിയിലൂടെയും അത് സമ്പാദിക്കാൻ നെട്ടോട്ടമോടുകയാ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഒരു പെണ്ണ് സ്വർഗത്തിലാണ്, ഒരു പെണ്ണ് സ്വർഗത്തിലാണ്. ഏത് പെണ്ണെന്നറിയുമോ? ഏത് പെണ്ണെന്നറിയുമോ? രാവിലെ ജോലിക്കിറങ്ങി പോകുന്ന ഭർത്താവുണ്ടല്ലോ, രാവിലെ കുടുംബത്തെ പോറ്റാ ഭാര്യക്കും മക്കൾക്കും വല്ലതും തിന്നാൻ കൊടുക്കാറ്. പടച്ചവരെ, രാവിലെ ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്നിറങ്ങി പോകുമ്പോ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് വൈകുന്നേര സമയത്ത് ഇന്ന് ജോലിയൊന്നും കിട്ടിയില്ല, ഇന്ന് ജോലിയൊന്നും കിട്ടിയില്ല, പൈസയൊന്നും കിട്ടിയില്ല. വൈകുന്നേരം വെറും കയ്യോടെ ഈ വീട്ടിലേക്ക് കയറി വന്നാൽ ഞാനും എന്റെ മക്കളും പച്ചവെള്ളം കുടിച്ചിട്ട് കിടന്നുറങ്ങാ തയ്യാറാ. ഞങ്ങളെ കൊണ്ട് ഹറാമിന്റെ ഭക്ഷണം തീറ്റിക്കല്ലേ, ഹറാമിന്റെ പൈസയുമായി ഈ വീട്ടിലേക്ക് വരല്ലേ എന്ന് രാവിലെ ഇറങ്ങി പോകുന്ന ഭർത്താവിനെ ഓർമ്മപ്പെടുത്തുന്ന പെണ്ണ്, അവൾ സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഒരു പെണ്ണും അങ്ങനെ പറയാറില്ല, ഒരു പെണ്ണും അങ്ങനെ പറയാറില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, പണത്തിനോടുള്ള ആർത്തികളെ ചെറുപ്പക്കാരാ, കൊട്ടേശം പണി നടത്തുന്നവരുണ്ടല്ലോ, പണത്തിനെ പിടിച്ചു പറിക്കാൻ പോകുന്നവരുണ്ടല്ലോ, മോഷണം നടത്താൻ പോകുന്നവരുണ്ടല്ലോ. പൊന്നുമോനെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രം അറിയുമല്ലോ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ കാലിന്റെ അടിയിലുള്ള ഒരു പിടി മണ്ണ് പോലും അല്ലാഹുവിന്റെ റസൂലിന് സ്വന്തമായിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് ചവിട്ടിയിരുന്ന ആ കാലിന്റെ അടിയിലുള്ള ഒരു പിടി മണ്ണ് പോലും അല്ലാഹുവിന്റെ റസൂലിന് സ്വന്തമായിട്ടില്ലായിരുന്നു. ചെറുപ്പക്കാരോ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ പോയ സഹാബത്തുണ്ടല്ലോ, തന്റെ ആയുഷ്കാലം മുഴുവനും അധ്വാനിച്ചുണ്ടാക്കിയ സർവ്വ സമ്പത്തുകളും പടച്ചവനെ വലിച്ചെറിഞ്ഞിട്ടാ പോയത്. വരുമ്പോ രണ്ടാമത്തെ പാപമേതെന്നറിയുമോ? ആയുസ് കുറച്ചു കളയുന്ന, ആയുസ് കുറച്ചു കളയുന്ന രണ്ടാമത്തെ തെറ്റേതെന്നറിയുമോ? ആരുടെ വീട്ടിലാണോ വ്യഭിചാരമുള്ളത്, ആരുടെ വീട്ടിലാണോ വ്യഭിചാരമുള്ളത്, ആ വീടിന്റെ ഉടമയ്ക്ക് ആയുസ് കുറയുമെന്ന് ത്വാഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, ഏതെങ്കിലും ഒരു സുന്ദരിയായ പെണ്ണ് വിളിക്കുമ്പോ അവൾക്ക് തിന്നിട്ട് എല്ലിനകത്ത് കയറിയിട്ട് അവക്ക് കിടന്നിട്ടുറക്കം വരാതെ നിന്നെ വിളിക്കുമ്പോ ഓടിച്ചെല്ലുന്ന ചെറുപ്പക്കാരാ, നിന്റെ ആയുസാടാ കുറയുന്നത്, നിന്റെ ആയുസാ മോനെ കുറയുന്നത്. നിന്റെ ഭാര്യയെയും മക്കളെയും കളഞ്ഞിട്ട് ഏതെങ്കിലും ഒരു തൊലിവെളുപ്പുള്ളവന്റെ ഭാര്യയുടെ മുന്നിലേക്ക് കടന്നു ചൊല്ലുമ്പോ മോനെ, സുഖിക്കാൻ പോകുന്ന ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യയും മക്കളും വിധവയും എത്തിയുമായി പോകും പൊന്നുപോര്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, വ്യഭിചാരമെന്ന് പറഞ്ഞാൽ ആണിന്റെയും പെണ്ണിന്റെയും ഗുഹ്യഭാഗങ്ങൾ ചേരുന്നതിന് മാത്രമല്ല വ്യഭിചാരമെന്ന് പറയുന്നത്. കണ്ണിന് വ്യഭിചാരമുണ്ട്,
കൈക്ക് വ്യഭിചാരമുണ്ട്, ചെവിക്ക് വ്യഭിചാരമുണ്ട്, നാവിന് വ്യഭിചാരമുണ്ട്, കാലിന് വ്യഭിചാരമുണ്ട്, ഹൃദയത്തിന് വ്യഭിചാരമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ ചെവിയുടെ വ്യഭിചാരം എന്തെന്നറിയുവോ? ഹറാമായ സംസാരം കേൾക്കൽ നിന്റെ ചെവിയുടെ വ്യഭിചാരമാ ചെറുപ്പക്കാരാ. പാതിരാത്രി ഫോൺ എടുത്തിട്ട് നിന്റെ കാമുകിയോട് സംസാരിക്കുന്നവനാണല്ലോ മണിയറ രഹസ്യങ്ങൾ പോലെ പരസ്യപ്പെടുത്തുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പെണ്ണ് അത് നിന്റെ നാവിന്റെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കൈയുടെ വ്യഭിചാരം എന്തെന്നറിയുവോ? കൈയുടെ വ്യഭിചാരം എന്തെന്നറിയുവോ? അന്യ പെണ്ണിന്റെ ശരീരത്തെ തൊടുന്നത് കൈയുടെ വ്യഭിചാരമാ. ബസിനകത്തിരുന്നിട്ട് അതാ കല്യാണ വീട്ടിലിരുന്നിട്ട് ജനങ്ങൾ കൂടുന്നതിന്റെ ഇടയിലിരുന്നിട്ട് പെണ്ണുങ്ങളുടെ ശരീരത്തെ പിടിക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയുവോ? ഏതെങ്കിലും ഒരു അന്യ പെണ്ണിന്റെ ശരീരത്തെ നിനക്ക് തൊടണമെന്ന് തോന്നിയാ അവളെ തൊടുന്നതിനേക്കാളും നല്ലതെന്തെന്നറിയുവോ? ഒരു അന്യ പെണ്ണിന്റെ ശരീരത്തെ നിനക്ക് തൊടണമെന്ന് തോന്നിയാ അവളെ തൊടുന്നതിനേക്കാളും നല്ലതെന്തെന്നറിയുവോ? കാഷ്ടം തിന്നുകൊണ്ട് കിടക്കുന്ന പന്നിയുണ്ടല്ലോ, തൊട്ടാൽ 7 വെള്ളത്തിൽ കഴുകണമെന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്ന പന്നിയുണ്ടല്ലോ, അത് കാഷ്ടത്തിൽ കിടക്കുന്ന സമയത്ത് ആ പന്നിയെ കെട്ടിപ്പിടിച്ച് കിടക്കലാണ് ഒരു അന്യ പെണ്ണിന്റെ ശരീരത്തെ തൊടുന്നതിനേക്കാളും നല്ലതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു അന്യ പെണ്ണിന്റെ ശരീരത്തൊന്ന് തൊടണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടായ അവളെ തൊടുന്നതിനേക്കാളും പന്നിയെ കെട്ടിപ്പിടിച്ച് കിടക്കലാ നല്ലതെന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരണം പന്നിയെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ 7 വെള്ളത്തിൽ കഴുകിയ ശുദ്ധിയാകും. പെണ്ണിന്റെ ശരീരത്തിൽ തൊട്ടാലോ പോയി. എന്റെ പ്രിയമുള്ളവരെ, കണ്ണിന്റെ വ്യഭിചാരം അന്യ പെണ്ണിനെ കാണലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. പെണ്ണിനെ കാണൽ, ഹറാമുകൾ കാണൽ. ഇന്നത്തെ കാലത്ത് ആരായാലും ഈ പെണ്ണുങ്ങളൊക്കെ എഴുന്നള്ളത്തിന് വരുന്ന ആന വരുന്നത് പോലെ വന്ന ആരായാലും നോക്കിപ്പോകും. ഞാനാണെങ്കിലും നോക്കിപ്പോകും. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ നമുക്കെതിരെ ഒരു പെണ്ണ് വന്ന ഏതൊരു മനുഷ്യനും നോക്കിപ്പോകും. എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ നോട്ടം ജായിസാണെന്ന് നബിയുനാ റസൂലുള്ളാഹി.